ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ മേഘാലയ സന്ദർശനത്തിലെ 3-ാമത്തെ ദിവസത്തിലെ 2-ാമത്തെ സ്ഥലത്താണ്. 2-ാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ലിവിംഗ് റോഡ് ബ്രിഡ്ജാണ്. ഇത് മേഘാലയയിൽ മാത്രം കാണുന്ന ഒരു അത്ഭുതമാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ്, ജീവനുള്ള ബ്രിഡ്ജ്. അത് കാണാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഇതാണ്. അതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ അത് കാണാൻ കുറച്ച് നടക്കണം, ഒരു 5 മിനിറ്റ് നടക്കണം, അങ്ങോട്ട് നടക്കണം, 5 മിനിറ്റ് ഇങ്ങോട്ട് നടക്കണം, അത്രയേ ഉള്ളൂ. ട്രിപ്പ് വരാനുണ്ട് സാറേ, വെറൈറ്റി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാറ് ഇപ്പം ഫാമിലി അല്ലെങ്കിൽ പോലും വരാൻ നമ്മളോട്ടോ, നമ്മളെല്ലാവരും കാണും. ഓ, ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ട് വരാം, അല്ലാതെയും വരാം. എല്ലാവരുമായിട്ടുള്ളപ്പോൾ നടക്കത്തില്ല വരുന്നത്. അവർക്ക് ലീവ്, പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. ഒരു ശബ്ദം കേൾക്കുന്നു, വെള്ളത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ പുഴ ഒഴുകുന്ന ശബ്ദമാണ്. അതിൻ്റെ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത്, അല്ലേ? കുഴപ്പമുണ്ട്. മഴക്കാലത്ത് വഴുക്കലുണ്ടാവും. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല വേനൽക്കാലമാണ്. അപ്പം തെന്നുന്ന പ്രശ്നമൊന്നുമില്ല. വടി അവിടെ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ചില പ്രായമുള്ളവർക്ക് വേണമെങ്കിൽ കൈ പിടിച്ചിറക്കിയാലും മതി, വടിയുടെ ആവശ്യമില്ല. കുറച്ച് താഴോട്ട് പോകണം. ഇങ്ങനെ നല്ല കുത്തിരയുള്ള സ്റ്റെപ്പറിങ് കാണാം. ജേക്കബ് സാറും ഭാര്യയും വരുന്നുണ്ട്. ബൈജു അവരെ കൈപിടിച്ച് നയിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ സെൽഫി ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വരാം, ഒന്ന് കൈ പിടിച്ചാൽ മതിയൊന്ന്, അത്രയേ ഉള്ളൂ. അങ്ങനെ നടന്ന് ഞങ്ങൾ ലിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് നടന്നു. ടിക്കറ്റിൻ്റെ റേറ്റ് 40 രൂപയാണ് ഒരാൾക്ക്. സീനിയർ സിറ്റിസണിന് പ്രത്യേകിച്ച് കൺസെഷനൊന്നുമില്ല, അതുകൊണ്ട് ഫുൾ റേറ്റ് കൊടുത്തിട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ആ കാണുന്നതാണ് റോഡ് ബ്രിഡ്ജ്. ഏകദേശം 15-20 വർഷം കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ് ഈ ഗ്രാമവാസികൾ, ഈ മേഘാലയയിലെ ഗ്രാമവാസികൾ. അയ്യോ, ആ കാണുന്നതാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അതിൻ്റെ അടുത്തൂടെ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് പോകാം. നേരത്തെ പറഞ്ഞ കണക്ക് ഇത് 15-20 വർഷങ്ങൾ കൊണ്ടാണ് ഗ്രാമവാസികൾ ഇത് നിർമ്മിച്ചെടുക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴകളൊക്കെ ഉണ്ട്. അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വളർത്തിയെടുക്കുന്നത്. 2 സൈഡിലും വൃക്ഷങ്ങൾ വളർത്തിയിട്ട് അതിൻ്റെ വേരുകൾ തുമ്പിക്കൈ പോലെ നീട്ടിയെടുത്ത് 2 അപ്പുറത്തും ഇപ്പുറത്തും നീട്ടിയെടുത്ത് അതിനെ കൂട്ടി വെപ്പിച്ച് അതിൽ മണ്ണും ചരലും കല്ലും മണ്ണും ഒക്കെ ഇട്ട് അവരൊരു ബ്രിഡ്ജാക്കി മാറ്റിയെടുക്കും. ഇതിന് ഏകദേശം 300 വർഷം പഴക്കമുണ്ട്. ഇത് റിവായ് എന്ന ഗ്രാമത്തിലാണിത്. മാവില്ലോങ് വില്ലേജിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പുറത്തെ കരയിൽ എത്തിച്ചേർന്നു. ഇച്ചിരി നടക്കാനേ ഉള്ളൂ, ചെറിയൊരു ബ്രിഡ്ജാണ്. നല്ല സ്ഥലമൊക്കെ ഉണ്ട് നടക്കാനായിട്ട്. വേരുകളാണെന്ന് തോന്നത്തില്ല. അതിൻ്റെ നടുക്ക് മണ്ണും പാറകളൊക്കെ ഇട്ടിട്ട് നല്ലൊരു വഴിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ താഴോട്ടുള്ള കാഴ്ചകൾ നോക്കാം. താഴെയൊരു ചെറിയൊരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേരൊന്നും അറിയത്തില്ല. കുറേ പാറകൾ കിടപ്പുണ്ട്. ഇവിടെ കുളിക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അവിടെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. ആൾക്കാരൊക്കെ ഇവിടുത്തെ എല്ലാം ചപ്പിയോറിലൊക്കെ തൂത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീനസ്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഈ ബ്രിഡ്ജിൻ്റെ അടിഭാഗം ഒന്ന് എടുത്തു നോക്കാം. ലിവിംഗ് റോഡ് ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ലിവിംഗ് റോഡ് ബ്രിഡ്ജ്. അതിൻ്റെ അടിഭാഗമാണിത്. വേരുകൾ തന്നെ കംപ്ലീറ്റ് ഉള്ളത്. മേളിൽ നോക്കുമ്പോൾ അത്ര വേരായിട്ട് തോന്നത്തില്ല. അവിടെ കുറേ മണ്ണും ചരലൊക്കെ ഇട്ടിട്ടുണ്ട് വഴിയാക്കാൻ വേണ്ടിയിട്ട്. കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ടാറും ചെയ്തിട്ടില്ല. ഈ തൂങ്ങി കിടക്കുന്ന വേരുകളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയത്. 2 വൃക്ഷങ്ങളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തോട്ട് 2 വൃക്ഷങ്ങൾ. ആ 2 വൃക്ഷങ്ങളുടെ വേരുകൾ കൂട്ടി വയ്പ്പിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഈ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. താഴ്ഭാഗത്താണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ കുറേ കൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് അടുത്ത് വരെ വരാം. മറ്റിടത്ത് നിന്നപ്പോഴത്തെ അത്ര അടുത്ത് കിട്ടത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് അടുത്ത് വന്ന് അതിൻ്റെ അടി വരെ കിട്ടും. ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കണ്ട് മടങ്ങിയാണ്. ബ്രിഡ്ജിൻ്റെ മറുകര എത്തിയിരുന്ന് തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്, മെയിൻ ലൈനിലോട്ട് പോവുകയാണ്.
ഇനി ഞങ്ങൾ നേരെ ചിറാപുഞ്ചിക്ക് പിടിയാണ്. ചിറാപുഞ്ചിയുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് ഇനി അടുത്ത് പോകുന്നത്. ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ടാണ് താഴോട്ടിറങ്ങി അതിനൊക്കെ തിരിച്ചു പോകണം.